എത്ര വേനൽക്കാലമാണെങ്കിലും മുട്ടോളം എത്തുന്ന വെള്ളത്തിലാണ് അവിടെ പട നയിക്കാറുള്ളത്. 180-ലേറെ കളരികളിൽ നിന്നും വരുന്ന കളരി ആശാന്മാരും ശിക്ഷഗണങ്ങളും പടനിലത്തിലേക്ക് ഇറങ്ങുന്നു. കായംകുളം രാജാവും വേണാട് രാജാവും പരസ്പരം അംഗം വെട്ടി ഉണച്ചാലുകൾ ഒഴുകിപ്പരന്ന ആ രണനിലങ്ങളുടെ പടനിലങ്ങളുടെ ജയ പരാജയങ്ങൾ സമ്മതിച്ച ഒരു യുദ്ധഭൂമിയുടെ ഉത്സവങ്ങളുടെ നാടാണ് ഭാരതം. വൈവിധ്യമാർന്ന ഉത്സവങ്ങൾ, ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്ന പല ഉത്സവങ്ങളും ഭാരതത്തിലുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ തൃശ്ശൂർ പൂരം പോലെ, കൊട്ടിയൂർ ഉത്സവം പോലെ, മാവേലിക്കര, കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി താലൂക്കുകളിൽ ഓണാട്ടുകര എന്നറിയപ്പെടുന്ന ആ പ്രദേശത്ത് നടക്കുന്ന പ്രസിദ്ധമായ ഒന്നാണ് ഓച്ചിറക്കളി. മിഥുനമാസം 1-2 തീയതികൾ നടക്കുന്ന ഓച്ചിറക്കളിയിലെ ചരിത്രവും ഐതിഹ്യവും ഒരുപക്ഷെ മലയാളിക്ക് സുപരിചിതമായിരിക്കാം. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം, വിഗ്രഹപ്രതിഷ്ഠയില്ലാത്ത ലക്ഷോപലക്ഷം ആളുകൾ വരുന്ന ക്ഷേത്രവും പരിസരവും അതൊരു പടനിലമാണ്. വേണാട്ട് രാജവംശവും കായംകുളം രാജാവും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന യുദ്ധത്തിൻ്റെ ഒരു വലിയ ഓർമ്മ പുതുക്കലാണ് ശരിക്കും നടക്കുന്ന ഓച്ചിറക്കളി. 52 കരക്കാർ 180-ലേറെ വരുന്ന കളരികളിൽ നിന്ന് ആയുധധാരികളായി വന്ന് യുദ്ധം ചെയ്യുന്ന യുദ്ധത്തിൻ്റെ ഓർമ്മയെ നിലനിർത്തുന്ന ആ ഒരു ചടങ്ങ് പവിത്രമാണ്. എത്ര വേനൽക്കാലമാണെങ്കിലും മുട്ടോളം എത്തുന്ന വെള്ളത്തിലാണ് അവിടെ പട നയിക്കാറുള്ളത്. മിഥുനമാസം 1-2 തീയതികളിൽ പടനിലം മഴവെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കും. എത്ര വരൾച്ചയുള്ള സ്ഥലത്താണെങ്കിലും ആ ഐതിഹ്യത്തിൻ്റെ കരുത്ത് പകരുന്ന ഒന്നാണ് ഓച്ചിറക്കളിയുടെ ദൃശ്യങ്ങൾ. ലക്ഷോപലക്ഷം ആളുകൾ, ഭക്തന്മാർ വന്ന് കണ്ടു മടങ്ങുന്ന ഓച്ചിറക്കളി ശരിക്കും അത് എന്നാണ് അതിൻ്റെ ആരംഭം എന്ന് പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല. പണ്ട് കായംകുളം വാള് 2 തല മൂർച്ചയുള്ള, 2 തല മൂർച്ചയുള്ള കായംകുളം വാളും തോൽപരിചയും ഉപയോഗിച്ചിരുന്നു അവിടെ യുദ്ധത്തിന്. പക്ഷെ 1857 സർ മാധവറാവു ദിവാനായതിനു ശേഷം ആയുധം കൊണ്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചു. അതിന് പകരം തടി കൊണ്ടുള്ള, മരപ്പലകയോ മറ്റോ തടിയോ കൊണ്ടുള്ള സാധാരണ മുറിവേൽപ്പിക്കാൻ കഴിയാത്ത ആയുധങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. ഈ 52 കരകളിൽ നിന്ന് വരുന്ന ആളുകൾ 2 ദിവസങ്ങളിലായിട്ടാണ് ഉത്സവം നടക്കുക. ഒന്ന് തെക്കേ കണ്ടത്തിലും ഒന്ന് വടക്കേ കണ്ടത്തിലും നടന്ന കരകളിയും അതുപോലെ തന്നെ തകടകളിയുമാണ് പ്രധാന ചടങ്ങുകൾ. തലേ ദിവസം ഏകദേശം 30 ദിവസം വ്രതശുദ്ധിയോടെ നൊയമ്പ് നോറ്റ്, വ്രതം നോറ്റ് വരുന്ന ആളുകൾ അംഗക്കച്ച മുറക്കി ആ പടയാളികളുടെ വേഷം ധരിച്ച് തലപ്പാവും ധരിച്ച് തലേ ദിവസം വന്നിട്ട് അവിടെ കരനാഥന്മാർ കര പറഞ്ഞ് പരസ്പരം കൈകൊടുത്ത് ആദ്യത്തെ ദിവസം പിരിയുന്നു. പിറ്റേന്ന് പടനിലത്തിൽ കാണാം എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ പടനിലത്തിൽ കാണാമെന്ന് കൈകൊടുത്ത കരനാഥന്മാർ കര പറഞ്ഞ് പിരിയുമ്പോൾ അന്നത്തെ ഉത്സവം സമാപിക്കുന്നു. പിറ്റേ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 52 കരകളിലെ, പ്രത്യേകിച്ചും ഓണാട്ടുകര, ഞാൻ പറഞ്ഞല്ലോ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട 52 കരകളിലെ ആളുകൾ 180-ലേറെ കളരികളിൽ നിന്നും വരുന്ന കളരി ആശാന്മാരും ശിക്ഷഗണങ്ങളും പടനിലത്തിലേക്ക് ഇറങ്ങുന്നു. അതൊരു മനോഹരമായ കാഴ്ചയാണ്. സാക്ഷാൽ യുദ്ധത്തിൻ്റെ പ്രതീതിയാണ്. മുട്ടോളമുള്ള, അരയോളം എത്തുന്ന വെള്ളത്തിൽ നിന്നുകൊണ്ട് പട നയിക്കുന്ന ആ ഒരു വലിയ പടനിലം അതൊരു യുദ്ധസമാനമായ ഒന്നായി മാറുന്നു. ആ കാഴ്ച കൺകുളിർക്കെ കാണാൻ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ എത്താറുണ്ട്. ഓച്ചിറക്കളിയുടെ പ്രത്യേകത അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. സാക്ഷാൽ പരബ്രഹ്മമായിട്ടുള്ള പരമശിവനെ തന്നെയാണ് അവിടുത്തെ ആരാധനാമൂർത്തി. അദ്ദേഹത്തിൻ്റെ വാഹനമായ വൃഷഭത്തെ കാളയെ ഇങ്ങനെ അലങ്കരിച്ച് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതോടുകൂടി ആണ് ഉത്സവത്തിന് തുടക്കം കുറിക്കാറുള്ളത്. ആൽത്തറ ചുറ്റി വൃഷഭവാഹനം വന്നതിന് ശേഷം ഈ കളി ആരംഭിക്കുന്നു. കളി നമുക്ക് കാണാൻ സാധിക്കും. ഒറിജിനൽ ഒരു യുദ്ധത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന ആ തകടകളി അതൊരു മനോഹരമായ ദൃശ്യമാണ്. പോയി മറഞ്ഞ ഭൂതകാലത്തിൻ്റെ, കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന ഒരു സംസ്കൃതിയുടെ ഈടുവയ്പ്പിനെ വീണ്ടും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൻ പുറത്തുണ്ടായിരുന്ന പല സാംസ്കാരിക മൂല്യങ്ങളും കലകളും നഷ്ടപ്പെട്ടു പോകുന്ന ഇക്കാലത്ത് വളരെ ഭംഗിയായി, ഒരു കാലത്ത് കേരളത്തിൻ്റെ വടക്കൻ കളരിയും തെക്കൻ കളരിയും വളരെ പ്രസിദ്ധമായിരുന്നു.
ഇന്ന് പുതിയ ആയോധന കലകളുടെ വരവോടുകൂടി ഇത് നമ്മുടെ പാരമ്പര്യ ആയോധന കലയായ കളരിക്ക് കുറച്ച് ഇടിവ് പറ്റിയിട്ടുണ്ട്. ആ ഇടിവ് പറ്റിയിട്ടുള്ള നമ്മുടെ കളരിയെ സംരക്ഷിക്കുന്നതിനും അത്തരത്തിലുള്ള കളരി അഭ്യാസങ്ങളെയും മെയ്വഴക്കത്തിന് പേരുകേട്ടിട്ടുള്ള കളരി അഭ്യാസത്തിനെയും കളരിത്തറകളെയും സംരക്ഷിക്കുന്നതിനും ഈ ഉത്സവം വളരെ ഏറെ സഹായിക്കുന്നു. കാരണം 180-ലേറെ കളരിത്തറകൾ ഇതിനു വേണ്ടി തന്നെയാണ് നിലനിൽക്കുന്നത്, ഇതിനു വേണ്ടി തന്നെയാണ് പരിശീലനം നടത്തുന്നത്. സ്വാഭാവികമായും ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു നൂൽ അതിങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പാരമ്പര്യത്തിൻ്റെ ഐതിഹ്യ പെരുമ്പറ കൊട്ടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. വടക്കൻ മലബാറിൽ തെയ്യങ്ങളും തൃശ്ശൂരിൽ പൂരങ്ങളും കൊട്ടിയൂർ ഉത്സവങ്ങളിലെല്ലാം വൈവിധ്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്, എല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇവിടെ ഈ ഒരു സംസ്കൃതി വാസ്തവത്തിൽ വെള്ളത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന തകിടകളി എന്ന് പറയപ്പെടുന്ന വടക്കേക്കണ്ടത്തിൽ നടക്കുന്ന ആ തകിടകളി കേരളത്തിലെ മറ്റൊരു ഭാഗത്തും കാണാൻ സാധിക്കില്ല. പണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട മരമണി ഉത്സവവും അതുപോലെ തന്നെ കാളപ്പൂരും അത്തരത്തിലുള്ള ഈ വയലുകളിൽ നടക്കുമായിരുന്നു, കൃഷിയിടങ്ങൾ നടക്കുമായിരുന്നു. പക്ഷെ അതൊന്നും യുദ്ധത്തിൻ്റെ ഒരു സ്മരണ ആയിരുന്നില്ല. ആ കാർഷിക പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഉണർവ് ആ ഒരു കാർഷിക ഉത്സവങ്ങളായിരുന്നുവെങ്കിൽ ഇത് തികച്ചും വ്യത്യസ്തമാണ്. നിണച്ചാലുകൾ ഒഴുകിപ്പരന്ന ആ രണനിലങ്ങളുടെ പടനിലങ്ങളുടെ ഒരു ഓർമ്മ പുതുക്കലാണ്. കായംകുളം രാജാവും വേണാട് രാജാവും പരസ്പരം അംഗം വെട്ടി ആയിരക്കണക്കിന് ആളുകൾ മരിച്ച അല്ലെങ്കിൽ അവർ വിജയ പരാജയങ്ങൾ സമ്മതിച്ച ഒരു യുദ്ധഭൂമിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് യുദ്ധം വീണ്ടും പുനരാവിഷ്കരിക്കുന്ന ഈ ചടങ്ങ് വളരെ മനോഹരമാണ്, അത് പവിത്രമാണ്. ആ ക്ഷേത്രോൽപത്തിയെക്കുറിച്ചും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളെക്കുറിച്ചും അഷ്ടബിന്ദമിട്ട് ഉറപ്പിച്ച പ്രതിഷ്ഠയൊന്നുമില്ലാത്ത ആ പരബ്രഹ്മ സ്വരൂപം, ആൽത്തറയിലും ഒക്കെ കാണുന്ന പരബ്രഹ്മ സ്വരൂപം വിശ്വാസികളുടെ കേദാരമാണ്. കുഞ്ഞുങ്ങൾ ലഭിക്കാതിരിക്കുന്ന ദമ്പതികൾ അവിടെ പോയി തൊട്ടിൽ കെട്ടുന്ന ഒരു ഏർപ്പാടുണ്ട്. അങ്ങനെ നമുക്ക് ഏത് രീതിയിലും കാണാൻ സാധിക്കുന്ന, ഏത് മനുഷ്യൻ വിശ്വാസി ഏത് രൂപത്തിലാണോ ഭഗവാനെ കാണാൻ സാധിക്കുന്നത്, ഭക്തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭഗവാനെ ദർശിക്കാൻ കഴിയുന്ന ആ ഒരു പരബ്രഹ്മ സ്വരൂപത്തെ, ആ പരബ്രഹ്മമൂർത്തിയെ വണങ്ങാനും പരബ്രഹ്മമൂർത്തിയുടെ തിരുനടയിൽ നടക്കുന്ന ആഘോഷം കാണാനും ആൾക്കൂട്ടം അവിടെ വരാറുണ്ട്. ഓച്ചിറയിലെ 28ാം ഓണം ആഘോഷം കാളകളെയൊക്കെ അലങ്കരിച്ചുകൊണ്ട് പ്രദക്ഷിണം നടത്തുന്ന വളരെ ദൃശ്യമനോഹരമായ ഒരു കാഴ്ച. മിഥുനം 1-2 തീയതികളിലായി നടക്കുന്ന ഓച്ചിറക്കളിയോടുകൂടി കേരളത്തിലെ ഉത്സവങ്ങൾ സമാപിക്കുകയാണ്. ഇനി അടുത്ത വർഷം 28ാം ഓണം കാത്തിരിക്കണം കേരളത്തിലെ ഉത്സവങ്ങൾ തുടങ്ങാൻ. അതും ഒരു ഐതിഹ്യമാണ്. ഓച്ചിറക്കളിയോടുകൂടി അവസാനിക്കുന്ന കേരളത്തിലെ ഉത്സവങ്ങൾ ഓച്ചിറ 28ാം ഓണത്തിൻ്റെ ഓച്ചിറ ഉത്സവത്തോടു കൂടിയാണ് കേരളത്തിലെ ഉത്സവ സീസൺ ആരംഭിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഒടുക്കവും തുടക്കവും അത് ഓച്ചിറയുമായി ആ പരബ്രഹ്മ സ്വരൂപത്തെ സാക്ഷി നിർത്തിയാണ് അവിടെ തുടങ്ങുന്നതിലൂടെയാണ് ഉത്സവങ്ങൾ ആരംഭിക്കുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയുടെ പെരുമ വിളിച്ചോതുന്നതാണ് ഓണാട്ടുകര. എത്രയോ സാഹിത്യകാരന്മാർക്ക് ജന്മം കൊടുത്ത സ്ഥലമാണ് ഓണാട്ടുകര. ആ ഓണാട്ടുകരയിലെ പൂരങ്ങളും തെയ്യങ്ങളും, ഓണാട്ടുകരയിലെ അതുപോലെ എടുപ്പ് കുതിരകൾ, പിന്നെ വണ്ടിക്കുതിരകൾ, ഇതെല്ലാം വളരെ സവിശേഷമാണ്. അങ്ങനെ ഓണാട്ടുകരയുടെ ഉത്സവത്തിന്റെ പ്രൗഢിയിൽ ഒരു പൊൻതൂവൽ കൂടി ചേർക്കുന്നതാണ് ഓച്ചിറക്കളി എന്ന് നമുക്ക് മനസ്സിലാക്കാം.